نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر. قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സർവാധിനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവന്റെ അജ്ഞാനവർത്തികളായി ജീവിക്കുവാൻ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി പ്രയത്നിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഇത്തരുണത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഓരോരുത്തോടുകൂടി വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയത് വിവിധ ചിന്താശേഷി ഉണർത്തുവാനാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. അതിന്റെ ഗൗരവവും അതിന്റെ വിലയും മനസ്സിലാക്കുന്നത് അതിന് സാധ്യമല്ലാത്ത രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളാണ്. നമ്മളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിഅമത്തിന് നന്ദി കാണിക്കുവാൻ അങ്ങേയറ്റം പ്രയത്നിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് പലസ്തീനിന്റെ മണ്ണിലും മറ്റു പല സ്ഥലങ്ങളിലുമായി ധാരാളക്കണക്കിന് മനുഷ്യർ പീഡിതരായി കഴിയുന്നുണ്ട്. അവർക്ക് തങ്ങളുടെ നാടുകളിലൂടെ സമാധാനത്തോടുകൂടി സഞ്ചരിക്കാൻ കഴിയുന്നില്ല. നിർഭയത്വത്തോടുകൂടി അവർക്ക് അന്തിയുറങ്ങാൻ കഴിയുന്നില്ല. വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട്, പ്രയാസം സഹിച്ചുകൊണ്ട്, എപ്പോഴും എന്തും സംഭവിക്കാം എന്ന നിലക്ക് അങ്ങേയറ്റം വിഷമിച്ചുകൊണ്ട് കഴിയുന്ന ധാരാളക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നമുക്ക് കാണാൻ കഴിയുകയാണ്. അങ്ങനെ ശത്രുക്കളുടെ ആക്രമണങ്ങൾ പല നിലക്കും അവരിലേക്ക് കടന്നു വരുന്നത് മനസ്സിലാക്കുകയാണ്.
ധാരാളക്കണക്കിന് കുട്ടികൾക്ക് നിത്യേന അവർ അനാഥകളായിത്തീരുന്ന ധാരാളം എണ്ണമറ്റ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് വിധവകളായിത്തീരുന്ന, അതുപോലെ തന്നെ ഭാര്യമാരെ നഷ്ടപ്പെട്ടു പോകുന്ന, അവസാന സമയത്ത് ജീവിതത്തിന്റെ പ്രായമേറിയ ഘട്ടത്തിൽ തങ്ങൾക്ക് തുണയാകുമെന്ന് കരുതിയ കുട്ടികൾ, പുരുഷന്മാർ കൊല ചെയ്യപ്പെടുന്ന ഭീതിതമായ സാഹചര്യം ഇന്ന് പല ഭാഗങ്ങളിലുമുണ്ട്. അത്തരം സാഹചര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് നിർഭയത്വമുള്ള ഒരു നാട്, അവിടെ ജീവിക്കാൻ കഴിയുന്നതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. യാതൊരു കുഴപ്പവുമില്ലാത്ത ആളുകൾ പെട്ടെന്ന് ചലനം പോകുന്ന, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന, കേൾക്കാൻ കഴിയാതെ വരുന്ന വളരെ പ്രയാസകരമായ സാഹചര്യം ഇന്ന് നമ്മൾ പലരിലൂടെയും മനസ്സിലാക്കുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യം ഇല്ലാതെ വളരെ സമാധാനത്തോടുകൂടി കഴിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗകര്യം നൽകിയിരിക്കുകയാണ്. നിർഭയത്വത്തോടുകൂടി പ്രശ്നങ്ങളില്ലാതെ ഈ നാട്ടിൽ കഴിയാൻ അല്ലാഹു നമുക്ക് സൗകര്യം നൽകിയതിന് നമ്മൾ ഏറെ കടപ്പെട്ടവരായിരിക്കണം എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം തന്റെ ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും മക്കാ പ്രദേശത്ത് കൊണ്ടാക്കി പോന്ന സംഭവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചോരപ്പൈതലായിരിക്കെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവരെ മക്കയിൽ കൊണ്ടിട്ട് തിരിച്ചുപോയ കഥ പലവരും നമ്മൾ കേട്ടവരാണ്. ഇനിയും ഹജ്ജിന്റെ നാളുകളൊക്കെ വരുന്നത് കാരണത്താൽ ആ കഥ വീണ്ടും അയവർക്കപ്പെടുവാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. അങ്ങനെ മക്കയിൽ വെച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ച ഒരു പ്രാർത്ഥന വളരെ ശ്രദ്ധേയമായ, നമ്മുടെ ഈ വിഷയവുമായി ബന്ധമുള്ള ഒരു പ്രാർത്ഥന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിക്കുന്നുണ്ട്. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. റബ്ബേ, ഈ നാടിനെ നീ നിർഭയത്വത്തിന്റെ നാടാക്കണമേ, ഇതിലെ ആളുകൾക്ക് നീ കായ്ക്കനികൾ ആഹാരമായി നൽകണമേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ ഇവിടെയുള്ള വിശ്വാസികൾക്ക് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറഞ്ഞു, അല്ല, അവിശ്വാസികൾക്കും ഭൗതിക ലോകത്ത് വിഭവങ്ങൾ നൽകപ്പെടുന്നതാണ്. അവർ അവിശ്വസിച്ചത് കാരണത്താൽ അതിന്റെ അനന്തരഫലം വഴിയെ പരലോകത്ത് നരകത്തിൽ വെച്ച് അവർ അനുഭവിക്കുന്നതാണ് എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മറുപടി നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ പ്രാർത്ഥനയുടെ ഫലമായി ഇന്നും മക്ക പ്രദേശം നിർഭയത്വത്തിന്റെ നാടാണ്. കാബയിൽ കൊള്ളുന്ന മക്ക ഹറം ഇന്നും നിർഭയത്വം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇസ്ലാം ശരിയായ രൂപത്തിൽ നടപ്പില്ലാതിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ യാതൊന്നുമില്ലാതിന് അത്രയും പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ വരെ, ജാഹിലിയ കാലഘട്ടത്തിൽ വരെ ആ നാട്ടിൽ വല്ലാത്ത സമാധാനം ഉണ്ടായിരുന്നു, നിർഭയത്വം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്ന് മാത്രമല്ല, അത് പ്രത്യേകം എടുത്തു പറഞ്ഞ് ആ അറബികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വരുവാൻ പ്രേരിപ്പിക്കുന്നത് നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ കാണാൻ കഴിയും. അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിന വയുതഖത്തഫു അന്നാസു മിൻ ഹൗലിഹിം എന്നാണ് അല്ലാഹു പറഞ്ഞത്. അവർ നിർഭയത്വം ഉള്ള പവിത്രമായ സങ്കേതത്തെ നാം ഏർപ്പെടുത്തിയത് കണ്ടിട്ടില്ലേ? അതിന്റെ പരിസര പ്രദേശത്തു നിന്ന് ജനങ്ങൾ റാഞ്ചിയെടുക്കപ്പെടുന്നുണ്ട് എന്നാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും മറ്റു സ്ഥലങ്ങളിൽ ഭയവിഹ്വലരായി പ്രയാസത്തോടുകൂടി കഴിയുന്ന ഘട്ടത്തിലും മക്ക ഹറമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആളുകൾ നിർഭയരാകുന്നത് പണ്ടുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കാര്യം ഓർമ്മപ്പെടുത്തി അള്ളാഹു അവരോട് ചോദിക്കുന്നത്, എന്നിട്ടും നിങ്ങൾ സത്യവിശ്വാസം പുൽകാൻ തയ്യാറാകുന്നില്ലേ? നിങ്ങൾ ബാത്തിലിനാണോ പ്രാമുഖ്യം നൽകുന്നത്? അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിക്കാൻ തയ്യാറാകുന്നില്ലേ എന്നവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഈ പ്രാർത്ഥന പലവരും നമ്മൾ കേട്ട ഇബ്രാഹിം നബിയുടെ ആ മക്ക പരിസരത്തിൽ വെച്ചുള്ള പ്രാർത്ഥന, ആ മക്കൾക്ക് നിർഭയത്വം നൽകാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ പലവരും കേട്ടവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വസിക്കുന്ന നാടിന് അവിടെ നിർഭയത്വവും അവിടെ സമാധാനവും സുഭിക്ഷതയും
നല്ല